നൊമാഡിക് കമ്മ്യൂണിറ്റിയിൽ ആരംഭിച്ച് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റിയിൽ കൂടെ, ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റിയിൽ കൂടെ, ഇന്നത്തെ ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരാധനയുടെ രീതികൾ വരമൊഴിയിൽ നിന്നും, ലിഖിത മൊഴികളിൽ നിന്നും, റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നിന്നും, ഡിജിറ്റൽ സംസ്കാരത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ ആരാധനയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ സമൂഹത്തിൽ പല തലമുറകൾ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് ചേരുന്നു. ബേബി ബൂമേഴ്സ് മുതൽ ജനറേഷൻ ബീറ്റ വരെ ഉള്ള ഒരു തലമുറയാണ് നമ്മുടെ ആരാധനാലയങ്ങളിൽ ഇരിക്കുന്നത്. അഥവാ ഡിജിറ്റൽ ഇമിഗ്രൻസ്. നമ്മളൊക്കെ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്. അപ്പോൾ തന്നെ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിരിക്കുന്ന തലമുറകൾ നമ്മുടെ ആരാധനാലയത്തിൽ ഉണ്ട്. ഈ രണ്ട് തലമുറകളുടെയും സംസ്കാരവും കമ്മ്യൂണിക്കേഷനും വൊക്കാബുലറിയും ലാംഗ്വേജും അഭിരുചിയും വാല്യൂസും എല്ലാം ഡിഫറൻ്റാണ്. നമ്മളെ ഷെയ്പ്പ് ചെയ്തത് നമ്മുടെ കുടുംബവും ആരാധനാലയങ്ങളുമായിരുന്നു. എന്നാൽ നമ്മുടെ ജെൻസികളെ, ജനറേഷൻ ആൽഫയും ബീറ്റയും ഒക്കെ ഷെയ്പ്പ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളും സഭയും സോഷ്യൽ മീഡിയയാണ്. കാരണം നമ്മൾ അടക്കം എല്ലാ സന്ദർഭങ്ങളിലും കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് നമ്മുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പഴയ തലമുറയിലുള്ള ആളുകൾ പുതിയ തലമുറയെപ്പറ്റി പറയും അവർ ഗോഡ്ലെസ്, ഫെയ്ത്ത്ലെസ്, റിബല്യസ്, കോക്കനട്ട് ജനറേഷൻ. ന്യൂ ജനറേഷൻ നമ്മളെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇവർ ഔട്ട്ഡേറ്റഡ് ആണ്, ഇവർ പ്രീച്ചിയാണ്, ഇവരെ തന്ത വൈബാണ്, അല്ലെങ്കിൽ ഫോബാണ്. അങ്ങനെയുള്ള രണ്ട് തലമുറകളുടെ സംസ്കാരത്തിൻ്റെ ഇടയിൽ കിടക്കുന്ന ആരാധന രീതികളാണ് നമുക്കുള്ളത്. ഡിജിറ്റൽ സംസ്കാരത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന യുവതലമുറയും പരമ്പരാഗതമായ രീതികളോട് ആഭിമുഖ്യം പുലർത്തുന്ന മുതിർന്ന തലമുറയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഒരു അർത്ഥപൂർണമായിരിക്കുന്ന ആരാധന നടത്തുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ വെല്ലുവിളിയും അപ്പോൾ തന്നെ ഒരു അവസരവുമാണ്. ശ്രദ്ധിക്കുക, തലമുറയായിട്ട് ആരാധനകളുടെ രീതികൾക്കും ശൈലികൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം വ്യത്യാസമുണ്ടെങ്കിലും ആരാധനയുടെ ഉള്ളടക്കത്തിന് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല.